എം വി ഗോവിന്ദൻ സംസാരിക്കുകയാണ്. കേൾക്കാം. BJP സംവിധാനം പിന്നെ ആരാധനാലയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി RSSന്റെ ശാഖയും വർഗീയ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രമാക്കി അതിനെ മാറ്റുക, സമൂഹത്തിൽ ഇടപെടൽ ശക്തിയുള്ള വ്യക്തികളെയും കൂട്ടായ്മകളെയും പ്രലോഭിപ്പിച്ച് കൂടെ നിർത്തുക എന്ന നയവും അവർ സ്വീകരിക്കുന്നു. അങ്ങനെ വിവിധ രീതിയിൽ പട്ടികജാതി വിഭാഗങ്ങൾ ഉൾപ്പെടെ വിവിധ മേഖലയിൽ അവരുടെ പ്രവർത്തനം ബോധപൂർവം RSS BJP വിഘടിതമായ രീതിയിൽ ഐക്യം തകർക്കത്തക്ക രീതിയിൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള നിലപാടുകൾ കഴിഞ്ഞ LDF സർക്കാരിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ്. അതോടൊപ്പം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാടിന് തണലായി നിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് കൂടി ചേർത്താണ്. അപ്പോൾ കേരളത്തിൻ്റെ മതനിരപേക്ഷ സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ ഇടപെടലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ ഉപാധികളെല്ലാം ഇല്ലായ്മ ചെയ്യാനാണ്. സാമ്പത്തികമായ ഒരു ഉപരോധം സൃഷ്ടിക്കാനാണിപ്പോൾ ശ്രമിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കില്ല, തകർക്കും എന്ന ലക്ഷ്യബോധത്തോടെയാണ്. പ്രകൃതി ദുരന്തങ്ങളിലൂടെ അർഹതപ്പെട്ട സഹായം നമുക്ക് നൽകുന്നില്ല. വയനാട് നമ്മുടെ അനുഭവമാണ്. മാത്രമല്ല, സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടി പക്ഷപാതപരമായ നിലപാടാണ്. കേരളത്തിന് നൽകില്ല, മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ നൽകുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ മതനിരപേക്ഷ സംസ്കാരത്തെ ഇല്ലാതാക്കുന്നതിന് വർഗീയ ധ്രുവീകരണവും ജാതീയതയും വെച്ച് പുലർത്തുന്ന സമീപനമാണ് ഇവർ. RSSും അതിന് പിന്തുണ നൽകുന്ന നിലപാടാണ് BJP ഗവൺമെൻറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വലതുപക്ഷ മാധ്യമങ്ങളായ അതെല്ലാ തലങ്ങളിലും ഉള്ളതാണ്. പ്രിന്റ് മീഡിയയും അതുപോലെ തന്നെ ചാനൽ ഉൾപ്പെടെ എല്ലാം ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന കാര്യം അവർക്കത് പറയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് വ്യാപകമായ പ്രചാരവേല ഭരണവിരുദ്ധ വികാരമാണ്. ചേലക്കര അവർ വിമർശനം. ജമാഅത്തെ ഇസ്ലാമിയുമായി ലീഗ് ചേരുകയാണ്, മതരാഷ്ട്രവാദികളുമായി ലീഗ് കൂട്ടുചേരുന്നു, അതിന്റെ ഗുണഭോക്താക്കൾ കോൺഗ്രസ് ആണ്, അങ്ങനെ തുടങ്ങിയുള്ള വിമർശനങ്ങളാണ് എം വി ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്.